എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷ അവസാനിച്ചു കഴിഞ്ഞു. അപ്പോൾ വിദ്യാർത്ഥികൾ പലരും ചോദിക്കുന്ന കാര്യമാണ്, 40 മാർക്കിൻ്റെ വിഷയത്തിൽ എനിക്ക് ഇത്ര മാർക്കുണ്ട്, അല്ലെങ്കിൽ 80 മാർക്കിൻ്റെ വിഷയത്തിൽ എനിക്ക് ഇത്ര മാർക്കുണ്ട്, അങ്ങനെയെങ്കിൽ CE ഉൾപ്പെടെയുള്ള ഗ്രേഡ് എത്രയാണ്, അതല്ലെങ്കിൽ CE കൂട്ടാതെ എത്രയാണ് ഗ്രേഡ് എന്നിങ്ങനെ വിദ്യാർത്ഥികൾ നിരവധി സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് 40 മാർക്കിൽ അല്ലെങ്കിൽ 80 മാർക്കിൽ ഇത്ര മാർക്ക് കിട്ടുമെങ്കിൽ ആ ഒരു മാർക്കിൻ്റെ ഗ്രേഡ് ഏതാണ്, CE ഉൾപ്പെടെ കൂട്ടുന്ന സമയത്ത് അതിൻ്റെ ഗ്രേഡ് എത്രയാണ് വരിക എന്നിങ്ങനെയുള്ള സംശയങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു ടേബിൾ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ടേബിളിൽ നൽകിയിട്ടുള്ള ഡീറ്റെയിൽസ് വഴി നിങ്ങൾക്ക് ഏത് ഗ്രേഡ് കിട്ടും എന്നുള്ളത് മനസ്സിലാക്കാം എന്നുള്ളത് ഈ ഒരു വീഡിയോ വഴി സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു ടേബിൾ കൊടുത്തത് കാണാം. ഇവിടെ നിങ്ങൾക്ക് ആദ്യം തന്നെ ഗ്രേഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാം, അതായത് ഗ്രേഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഗ്രേഡ്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് അവിടെ ഗ്രേഡുകൾ താഴെ ആയിട്ട് A+A ഈ ഒരു രീതിയിൽ കൊടുത്തത് കാണാൻ സാധിക്കും. ഇനി അടുത്തതായിട്ടുള്ളത് 40 മാർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാം. 40 മാർക്കിൻ്റെ വിഷയത്തിൻ്റെ ആ ഒരു എത്ര മാർക്ക് കിട്ടിയാലാണ് A+ കിട്ടുക എന്നുള്ള ഡീറ്റെയിൽസ് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 40 മാർക്കിൻ്റെ വിഷയത്തിൽ നിങ്ങൾ 10 മാർക്ക് CE ഉൾപ്പെടെ കൂട്ടുന്ന സമയത്ത് CE ഉൾപ്പെടെ നിങ്ങൾക്ക് എത്ര മാർക്ക് വേണം എന്നുള്ളതാണ്. അതുപോലെ 80 മാർക്കിൻ്റെ വിഷയം ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ 80 മാർക്കിൻ്റെ സബ്ജക്റ്റിന് പരീക്ഷയിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയാലാണ് ഈ ഒരു ഗ്രേഡ്, ഏതൊക്കെ ഗ്രേഡാണ് കിട്ടുക എന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ കാണാൻ സാധിക്കും 80+20 CE മാർക്കിന് 100 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാൻ സാധിക്കും. അതായത് ഇവിടെ കൊടുത്തിട്ടുള്ളത് 80 മാർക്കിൻ്റെ പരീക്ഷയിൽ 20 മാർക്ക് CE ഉൾപ്പെടെ കൂട്ടുന്ന സമയത്ത് 100 മാർക്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയാലാണ് ഈ ഒരു A+ മുതൽ ഈ ഒരു ഗ്രേഡുകൾ കിട്ടുക എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കും. അതായത് ഇവിടെ ഒരു പച്ച ബാക്ക്ഗ്രൗണ്ടിൽ ഇവിടെ D+ന് കൊടുത്തത് കാണാൻ സാധിക്കും. അതായത് ഒരു വിദ്യാർത്ഥിക്ക് ജയിക്കാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ മാർക്കാണ് D+ ഗ്രേഡ്. അപ്പോൾ ഈ ഒരു D+ ഗ്രേഡിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇത് നോക്കിയിട്ട് എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട്, അതായത് ഏത് ഗ്രേഡ് കിട്ടുമെന്ന് നോക്കാം എന്നുള്ളത് പരിശോധിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ താഴെയായിട്ട് തന്നെ ചുവപ്പ് കളറിൽ കൊടുത്തത് കാണാം. ഇവിടെ നിങ്ങൾക്ക് ചുവപ്പ് കളറിൽ കൊടുക്കാൻ കാരണം ഈ ഒരു D ഗ്രേഡോ E ഗ്രേഡോ ആണ് കിട്ടുന്നതെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി പരീക്ഷ തോൽക്കും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ പിന്നീട് SSLC പരീക്ഷ എഴുതി ജയിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്കൊരു 4 3 ഒക്കെ മാർക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ എന്ന് വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടതില്ല. കാരണം റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾ എഴുതിയ ആൻസറിൽ എവിടെയെങ്കിലും പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് D+ ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം പല വിദ്യാർത്ഥികളും എനിക്ക് 3 അല്ലെങ്കിൽ 3.5 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കൊക്കെ കിട്ടൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അത് ജയിക്കുമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ജയിക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ ഒട്ടും പേടിക്കേണ്ടതില്ല. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും പോയിന്റ്സ് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഉണ്ടാവും, അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ഒരു പരീക്ഷ ജയിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കുകയോ പേടിക്കുകയോ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം SSLC പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികളും സാധാരണഗതിയിൽ ജയിക്കും. കാരണം 99%-ലധികമാണ് ഓരോ വർഷത്തെയും വിജയ ശതമാനം SSLCയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ഗ്രേഡും കാര്യങ്ങളൊക്കെ പരിശോധിക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക്, ഞാനിപ്പോൾ എടുക്കുന്നത് ബയോളജിയാണ്. ബയോളജി എന്ന് പറഞ്ഞാൽ ജീവശാസ്ത്രമാണ്. അപ്പോൾ ഇന്നലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു പരീക്ഷയാണ് ബയോളജി. അപ്പോൾ ഈ ഒരു ബയോളജി പരീക്ഷയിൽ നിങ്ങൾക്ക് 40 മാർക്കിൽ കിട്ടിയിട്ടുള്ളത്, അത് 40 മാർക്കിൽ 10 മാർക്ക് CE ഉൾപ്പെടെ ഈ ഒരു 50 മാർക്കിലാണ് പരീക്ഷ വരുന്നത്. അപ്പോൾ ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് കിട്ടിയുള്ള മാർക്ക് എന്ന് പറയുന്നത് ഒരു 20 മാർക്കാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു 20 മാർക്ക് ഏത് ഗ്രേഡിലാണ് വരിക എന്നുള്ളത് പരിശോധിക്കാനായിട്ട് നിങ്ങൾ ഈ ഒരു ടേബിളിൻ്റെ സ്ക്രീൻഷോട്ട് ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വേണമെങ്കിൽ വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 20 മാർക്ക് നിങ്ങൾക്ക് ബയോളജിയിൽ 40 മാർക്കിൻ്റെ പരീക്ഷയിൽ കിട്ടിയിട്ടുള്ളൂവെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 20 ആണ്. അപ്പോൾ 20 ഈ ഒരു റേഞ്ചിൽ, അതായത് ഈ ഒരു ലിസ്റ്റിൽ ഈ ഒരു ടേബിളിൽ എവിടെയാണ് വരുന്നത് എന്നത് നോക്കുക. അപ്പോൾ ഈ ഒരു 40 മാർക്ക് എന്നുള്ളതിൻ്റെ താഴെയാണ് നോക്കേണ്ടത്. കാരണം 40 മാർക്കിൽ 20 മാർക്കാണ് കിട്ടിയത്. അപ്പോൾ 40 മാർക്കിൻ്റെ ഇതിലാണ് നോക്കേണ്ടത്. അപ്പോൾ 20 മാർക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ 20 മുതൽ 24 വരെ എന്ന് കൊടുത്തത് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് B ഗ്രേഡാണ് കിട്ടുക. ഇനി നിങ്ങൾക്ക് ഇതിനോടൊപ്പം 10 മാർക്ക് CE ഉൾപ്പെടെ കൂട്ടുന്ന സമയത്ത് 30 മാർക്കാണ് കിട്ടുക. അപ്പോൾ ഈ ഒരു 30 മാർക്ക് നോക്കുന്ന സമയത്തും ആ ഒരു റേഞ്ചിൽ തന്നെയാണ്, അതായത് ആ ഒരു ഗ്രേഡ് തന്നെയാണ് ഉണ്ടാവുക, അതായത് B ഗ്രേഡ് തന്നെയാണ് ഉണ്ടാവുന്നത്. ഇനി അടുത്തതായിട്ടുള്ളത് നമുക്ക് 80 മാർക്കിൻ്റെ സോഷ്യൽ സയൻസ് നോക്കാം. സോഷ്യൽ സയൻസിൽ നിങ്ങൾക്ക് ഒരു 80 മാർക്കിൽ ഒരു 50 മാർക്കാണ് പരീക്ഷയിൽ കിട്ടുന്നതെന്ന് വിചാരിക്കുക. അതായത് 80 മാർക്കിലാണ് പരീക്ഷയുള്ളത്, ഈ ഒരു 20 മാർക്ക് CE, ടോട്ടൽ 100 മാർക്കിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു 80 മാർക്കിൻ്റെ പരീക്ഷയിൽ നിങ്ങൾക്കൊരു 50 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു 50 മാർക്ക് ഏത് റേഞ്ചിലാണ് വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ കാണാം 50 മാർക്ക് മുതൽ 59 വരെ, അതായത് 50 മാർക്കിൻ്റെ ആ ഒരു ലിസ്റ്റാണ് സോഷ്യൽ സയൻസ് 80 മാർക്കിലാണ് വരുന്നത്. അപ്പോൾ ആ 50 മാർക്കിൻ്റെ ആ ഒരു ലിസ്റ്റിലാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത്. ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾ കാണാം ഈ ഒരു 50 മാർക്ക് വരുന്നത് ഈ ഒരു റേഞ്ചിലാണ്, അതായത് 50 മുതൽ 59 വരെ എന്നാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അവിടെ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഗ്രേഡ് B+ ആണ്. ഇതിനോടൊപ്പം 20 മാർക്ക് CE കൂട്ടിക്കഴിഞ്ഞാലും ഈ ഒരു ഗ്രേഡ് തന്നെയാണ്, പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല. കാരണം 20 മാർക്ക് CE കൂട്ടുന്ന സമയത്ത് 70 മുതൽ 79 വരെ വരുന്നത് B+ ഗ്രേഡാണ്. ഇനി ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ നമുക്ക് നോക്കാം, ഇംഗ്ലീഷ് നോക്കാം. ഇംഗ്ലീഷ് 80-ലാണ് വരുന്നത്. അപ്പോൾ 80 മാർക്കിൻ്റെ പരീക്ഷ, 20 മാർക്ക് CE, ടോട്ടൽ 100-ൽ നിങ്ങൾക്ക് 80 മാർക്കിൽ ഒരു 30 മാർക്കേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു 32 മാർക്കേ കിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു 32 ഏത് ലിസ്റ്റിലാണ് വരുന്നത് എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾ കാണാം 30 മുതൽ 39 വരെ എന്നുള്ളത്.
അപ്പോൾ ഇവിടെ 30 മുതൽ 39 വരെ എന്ന് കൊടുത്തത് കാണാം. അത് വരുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് C+ ഗ്രേഡിലാണ് ഈ ഒരു 30 മുതൽ 39 വരെ എന്നുള്ള ആ ഒരു മാർക്ക് പോയിന്റ്സ് വരുന്നത്. അതായത് ആ ഒരു മാർക്കിൻ്റെ റേഞ്ച് വരുന്നത്. അപ്പോൾ ആ ഒരു ഗ്രേഡ് C+ ആണ് കിട്ടുക. ഇതിനോടൊപ്പം CE കൂട്ടിക്കഴിഞ്ഞാലും ആ ഒരു ഗ്രേഡ് തന്നെയാണ്, അതിൽ പ്രത്യേകിച്ച് മാറ്റം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് 5 മാർക്ക് മാത്രമേ ഈ ഒരു 40 മാർക്കിൻ്റെ പരീക്ഷ, അതായത് ഇപ്പോൾ നമുക്ക് കെമിസ്ട്രി എടുക്കാം. കെമിസ്ട്രിയുടെ പരീക്ഷയിൽ 40 മാർക്കാണ് പരീക്ഷ, 10 മാർക്ക് CE ആണ്. ടോട്ടൽ ആ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത്, അതായത് ടോട്ടൽ പരീക്ഷയുടെ മാർക്ക് എന്ന് പറയുന്നത് 50 ആണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് 5 മാർക്ക് മാത്രമേ പരീക്ഷയിൽ കിട്ടുന്നുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇതിൽ 5 മാർക്ക് ഏത് ലിസ്റ്റിലാണ് വരിക എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം 5/9, അതായത് അതിൻ്റെ ഗ്രേഡ് എന്ന് പറയുന്നത് D+ ഗ്രേഡാണ്. അതായത് ആ ഒരു വിദ്യാർത്ഥി ജയിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിനോടൊപ്പം 10 മാർക്ക് CE കൂട്ടിക്കഴിഞ്ഞാൽ 15 വരിക. 15 എന്ന് പറയുമ്പോൾ ഇവിടെ 15/19 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാം. അതും D+ ഗ്രേഡ് തന്നെയാണ് വരിക. ഗ്രേഡിൽ പ്രത്യേകിച്ച് മാറ്റം ഉണ്ടാവില്ല. ഇനി 80 മാർക്കിൻ്റെ പരീക്ഷയാണെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്ന മാർക്ക് എന്ന് പറയുന്നത്, അതായത് ഒരു വിദ്യാർത്ഥി കിട്ടിയിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് 10 മാർക്കാണ്. അതിപ്പോൾ നമുക്ക് ഈ ഒരു മാത്സ് എടുക്കാം. മാത്സ് എന്ന് പറയുമ്പോൾ ഗണിതശാസ്ത്രമാണ്. അപ്പോൾ മാത്സിൽ നിങ്ങൾക്ക് ഒരു വിദ്യാർത്ഥിക്ക് 80 മാർക്കിൻ്റെ പരീക്ഷയിൽ 20 മാർക്ക് CE ഉണ്ട്. ടോട്ടൽ 100ലാണ്. 100ൽ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയത് 10 മാർക്കാണ്. 80ൽ 10 മാർക്കാണ് കിട്ടിയത്. 20 മാർക്ക് CE ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ടോട്ടൽ നോക്കുന്ന സമയത്ത് 30 മാർക്കാണ്. ഇവിടെ 10 മാർക്ക് എന്ന് പറയുന്നത് 80ലാണ്. 80ൽ 10 എന്ന് പറയുമ്പോൾ 10/19 എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു 80 മാർക്കിൻ്റെ ലിസ്റ്റിൽ കാണാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് D+ ഗ്രേഡാണ് കിട്ടിയത്. അതുപോലെ ഈ ഒരു 20 മാർക്ക് CE കൂട്ടുന്ന സമയത്ത് 30 വരുന്നത്. 30 വരികയാണെങ്കിലും പ്രത്യേകിച്ച് ഗ്രേഡ് മാറ്റമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പരീക്ഷയിൽ എത്ര മാർക്ക് കിട്ടുന്നുവോ അതിനനുസരിച്ചിട്ടാണ് ഗ്രേഡ് ഉണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങൾ തോൽക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കും ഡൗട്ട് ഉണ്ടാവും. 3 മാർക്ക് അല്ലെങ്കിൽ 3.5 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും. അതുപോലെ ഈ 10 മാർക്ക് ജയിക്കാൻ വേണ്ടി അടുത്ത് 9, 8 ഈ ഒരു രീതിയിലൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള പല വിദ്യാർത്ഥികളും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ടാബുലേഷൻ സമയത്ത്, അതായത് നിങ്ങളുടെ ആൻസറിന് കിട്ടിയ ആ ഒരു മാർക്കും CE മാർക്കും ഒക്കെ കൂട്ടിയിട്ട് ആ ഒരു ലാസ്റ്റ് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു മാർക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ജയിക്കാൻ വേണ്ടിയുള്ള മാർക്ക് ആഡ് ചെയ്ത് തരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ തോൽക്കുമെന്ന പേടി വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു നിങ്ങളുടെ ഗ്രേഡ് മനസ്സിലാക്കാമെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് പരീക്ഷയിൽ കിട്ടുന്ന മാർക്ക് ഈ ഒരു റേഞ്ചിൽ 40 മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ ഈ ഒരു റേഞ്ചിൽ എവിടെയാണോ വരുന്നത് അതിന് നേരെയുള്ള ഗ്രേഡ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അതുപോലെ 80 മാർക്കിൻ്റെ പരീക്ഷയിൽ ഈ ഒരു മാർക്ക് ലിസ്റ്റുകളിൽ, അതായത് ഈ ഒരു മാർക്കിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഏത് മാർക്കിനുള്ളിലാണ് ആ ഒരു മാർക്ക് വരുന്നത്. ഇപ്പോൾ 61 മാർക്കാണെങ്കിൽ ഇവിടെ 60 മുതൽ 69 വരെ എന്നുള്ളതിൻ്റെ ഇടയിലായിട്ടാണ് ഈ ഒരു 61 വരുന്നത്. അപ്പോൾ അതിന് നേരെയുള്ള ഈ ഒരു ഗ്രേഡ് ആയിരിക്കും അതിനുണ്ടാവുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക്, അതായത് 40 മാർക്കിൻ്റെ വിഷയത്തിൽ ഏത് മാർക്കാണ് നിങ്ങൾക്ക് ഇതിൽ ഈ ഒരു ലിസ്റ്റിലുള്ളത്, ആ ഒരു മാർക്ക് ഏതാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതാണ് നിങ്ങളുടേതായിട്ട്, അതായത് ആ ഒരു റേഞ്ചിലുള്ള മാർക്കിന് നേരെയുള്ള ഗ്രേഡ് ഏതാണോ അതാണ് നിങ്ങളുടെ ഗ്രേഡായിട്ട് പരിഗണിക്കുക. അതുപോലെ തന്നെ ഈ ഒരു 80 മാർക്കിൻ്റെ പരീക്ഷയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും, ആ ഒരു മാർക്ക് ഇതിൽ ഏത് റേഞ്ചിനുള്ളിലാണ് വരുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ച്, അതായത് ഇപ്പോൾ 50 മുതൽ 59 വരെ എന്നുള്ളത് അതിൻ്റെ ഇടയിൽ കുറച്ച്, അതായത് 51, 52 ഈ ഒരു രീതിയിൽ നമ്പേഴ്സ് കാണാം. അപ്പോൾ അതിനെയാണ് റേഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് നേരെയുള്ള ഗ്രേഡ് ഏതാണ് അതാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ നിങ്ങളുടെ ഗ്രേഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പരീക്ഷ ചെയ്ത എല്ലാ വിദ്യാർത്ഥികളും ജയിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തോൽക്കുമെന്ന പേടി ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.